പാലത്തായി കേസിൽ പോക്സോ കേസാണ്. പ്രതിക്ക് ജാമ്യം കിട്ടി. LDF സർക്കാരിൻ്റെ കാലത്ത് LDF സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ തോതിൽ പ്രചാരണം നടന്നിരുന്നു. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ, മുസ്ലിം ലീഗും അതിൻ്റെ മുന്നിൽ നിന്നു. UDF നേതാക്കൾ പരസ്യമായി തന്നെ സർക്കാരിനെതിരെ രംഗത്ത് വന്നു. പ്രതി RSSകാരനാണ് പത്മരാജൻ. ആ പത്മരാജനെ LDF സർക്കാരിൻ്റെ കാലത്ത് അറസ്റ്റ് ചെയ്ത് ജയിലടച്ചു. ഇതാ UDF സർക്കാർ അധികാരത്തിൽ വന്നു, പത്മരാജന് ജാമ്യം ലഭിച്ചു. ഇത് സംബന്ധിച്ച് KT ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പാലത്തായി പീഡനം പറഞ്ഞ് മുസ്ലിം മനസ്സുകളിൽ ലീഗ് ചീറ്റിയ വർഗീയ വിഷത്തിന് കയ്യും കണക്കുമില്ല. പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കാൻ പിണറായി സർക്കാരിൻ്റെ ഇടപെടൽ ഫലം കണ്ടു. അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പ്രതിക്ക് UDF സർക്കാർ വന്നതോടെ മോചനവും കിട്ടി. സതീശൻ സർക്കാർ നിയമിച്ച DGP എന്ന് വെച്ചാൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഒത്തുകളിച്ച് BJP നേതാവിൻ്റെ ശിക്ഷ തന്നെ മരവിപ്പിച്ചു. ലീഗ് ഇതുവരെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. ഇതാണ് ലീഗ്. അധികാരം കിട്ടാനും MLA മാരാകാനും ലീഗിനും ലീഗ് നേതാക്കൾക്കും മുസ്ലിമിൻ്റെ കണ്ണീരും ചാരിത്രവും വേണം. എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുറങ്കാലുകൊണ്ട് ഇരകളെ അവർ തട്ടിത്തെറിപ്പിക്കും. ലീഗിന് അധികാരത്തിലേക്കുള്ള ചവിട്ടുപടി മാത്രമാണ് മുസ്ലിം പ്രേമം. എല്ലാം കൈവശം വന്നാൽ മുസ്ലിമി അവർ കണ്ട ഭാവമേ നടിക്കില്ല. നന്ദി കെട്ട വർഗം, ആത്മാർത്ഥത തൊട്ടു തീണ്ടാത്ത കപടന്മാർ എന്നാണ് KT ജലീൽ പറയുന്നത്. വലിയ ചർച്ചയായ വിഷയമായതുകൊണ്ടാണ് KT ജലീലിൻ്റെ അത്തരമൊരു പോസ്റ്റ് വന്നത്. പത്മരാജന് ജാമ്യം കിട്ടിയപ്പോൾ ജനൻ TV ഇറക്കിയ ഒരു വാർത്താ കാർഡുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: CPM പീഡനങ്ങളെ അതിജീവിച്ച് പത്മരാജൻ മാസ്റ്റർ പാലത്തായി കേസിൽ നേരിട്ടത് സമാനതകളില്ലാത്ത വേട്ടയാടൽ എന്നാണ്. എന്തൊക്കെയാണ്? CPM പീഡനങ്ങളെ അതിജീവിച്ചു. CPM RSSകാരനായ പത്മരാജൻ എന്ന വ്യക്തിയെ വല്ലാതെ പീഡിപ്പിക്കുകയായിരുന്നു. കള്ളക്കേസിൽ കുടുക്കിയാണ് ജയിലിലടച്ചത്. ഇപ്പോൾ അതിൽ നിന്ന് മോചനം ലഭിച്ചിരിക്കുന്നു എന്നാണ് ജനൻ TV പറയുന്നത്. CPM പീഡനങ്ങളെ അതിജീവിച്ച് പത്മരാജൻ മാസ്റ്റർ പാലത്തായി കേസിൽ നേരിട്ടത് സമാനതകളില്ലാത്ത വേട്ടയാടൽ. ജനൻ TV RSSൻ്റെ BJPയുടെ ചാനലാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതോടൊപ്പം തന്നെ മാധ്യമം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ്. മാധ്യമം ജമാഅത്തെ ഇസ്ലാമി പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് LDF സർക്കാരിനെതിരെ വലിയ പ്രചാരണം കഴിഞ്ഞ തവണ നടന്നതാണ്. ആ മാധ്യമത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്ത പങ്കുവച്ചത് KT ജലീൽ തന്നെയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സർക്കാർ ഇരന്നു വാങ്ങിയ പ്രഹരം എന്ന്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഓഫീസിൻ്റേത് കടുത്ത നിസ്സംഗതയെന്ന്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആരുടെ കീഴിലാണ്? മുഖ്യമന്ത്രിയുടെ കീഴിൽ. മുഖ്യമന്ത്രി ആരാണ്? VD സതീശൻ. VD സതീശൻ അറിയാതെ ഇത്രയും പ്രമാദമായ ഒരു കേസിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള DGP എന്ന് വെച്ചാൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇടപെടുമോ? കുടുംബത്തെ പോലും അറിയിക്കാതെ കോടതിയിൽ നിലപാട് അറിയിക്കുമോ? ജാമ്യം കിട്ടുന്നതിന് വേണ്ടി അവസരം ഒരുക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ്സാണ്, മുസ്ലിം ലീഗാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, VD സതീശനുമാണ്, മുഖ്യമന്ത്രിയാണ്, മന്ത്രിമാരാണ്. മിണ്ടുന്നില്ല ആരും. ഒത്തുകളി ആരൊക്കെ തമ്മിലാണ്? RSSും BJPയും കോൺഗ്രസും തമ്മിലാണ് ഒത്തുകളി. 30 സീറ്റുകളിൽ കൃത്യം വോട്ട് മറിച്ചാണ് BJP UDFനെ സഹായിച്ചത്. പകരം 6ഓളം സീറ്റുകളിൽ തിരിച്ചു സഹായിക്കാമെന്ന് പറഞ്ഞു. 3 സീറ്റുകളിൽ മാത്രമാണ് സഹായിച്ചത്. 3 സീറ്റ് BJPക്കും 102 സീറ്റ് UDFിനും ലഭിച്ചു. UDF അധികാരത്തിൽ വന്നു. BJPയുടെ നയങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കുന്ന സർക്കാരായി കേരളത്തിലെ VD സതീശൻ സർക്കാർ മാറുന്നത് നാം കണ്ടു. എന്താണ് പറയുന്നത് വാർത്തയിൽ മാധ്യമം? സർക്കാർ ഇരന്നു വാങ്ങിയ പ്രഹരം എന്നാണ് തലക്കെട്ട്. അതിനുശേഷം പറയുന്നു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഓഫീസിൻ്റേത് കടുത്ത നിസ്സംഗത എന്ന്. പാലത്തായി കേസിലെ പ്രതി കുനിയിൽ പത്മരാജനെതിരായ ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി വിധി സർക്കാർ ചോദിച്ചു വാങ്ങിയ തിരിച്ചടി. പ്രതിയുടെ അപ്പീൽ ഹൈക്കോടതിയിലെത്തിയത് 3 സർക്കാർ അഭിഭാഷകർ നടത്തിയ നീക്കങ്ങൾ ദുരൂഹതയുള്ളതാണ് എന്ന് പറയുന്നത് VD സതീശൻ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ, UDFനെ അധികാരത്തിലേറ്റാൻ, VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്ത മാധ്യമം പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി പറയുന്നു.
കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഒരു നീക്കവും നടത്തിയിട്ടില്ലെന്നതാണ് പ്രധാന പരാതി. ഇത്രയും വിവാദമായ കേസിൽ മുതിർന്ന അഭിഭാഷകരെ നിയോഗിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടും അക്കാര്യം DGPയുടെ ഓഫീസ് ഗൗനിച്ചില്ല. പാലത്തായി കേസ് നന്നായി അറിയാവുന്നയാളും നാട്ടുകാരനും കൂടിയാണ് നിലവിലെ DGP. കേസിൽ ഇദ്ദേഹം നേരിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയോ നിയമിക്കണമെന്ന് പലരും ഉന്നയിച്ചെങ്കിലും നടന്നില്ല. LDF സർക്കാരിന്റെ കാലത്ത് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് ഹാജരായ കേസാണ് ഇത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്തത്. ഗവൺമെന്റ് പ്ലീഡറുടെ നടപടികളിൽ തുടക്കം മുതൽ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. ഇരയുടെ നിയമസഹായ അവകാശവും സംബന്ധിച്ച് പാനൂർ സ്റ്റേഷനിലെ വനിതാ ഓഫീസർ സാധാരണ വേഷത്തിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തി മാതാവിനെ ബോധ്യപ്പെടുത്തണമെന്ന ഉത്തരവ് പാലിക്കാതെയാണ് ഇവർ ഹൈക്കോടതിയിൽ ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് പറഞ്ഞ് പോലീസിനും അതേപോലെ പ്രോസിക്യൂഷനും വന്ന പോരായ്മകൾ അക്കമിട്ട് നിരത്തുന്നു മാധ്യമം ദിനപത്രം. LDF സർക്കാരിന്റെ കാലത്ത് ഗൗരവത്തോടു കൂടി പരിഗണിക്കുകയും അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാകുകയും നിലപാട് പറയുകയും ഒക്കെ ചെയ്ത കേസാണ്. ചെറിയ കേസല്ല, വലിയ വിവാദമായ കേസാണ്. ആ കേസിലാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തന്നെ ഹാജരാകണം, അതല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം, പ്രത്യേക അഭിഭാഷകരെ നിയമിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ട് പോലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തിരിഞ്ഞു നോക്കിയില്ല. അദ്ദേഹം കണ്ണൂക്കാരനാണ്, ഈ കേസ് നന്നായി അറിയുന്ന ആളാണ്. ഇങ്ങനെയുള്ള ഒരാൾ ഇത്രമാത്രം നിസ്സംഗത കാണിക്കണമെങ്കിൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശം ലഭിച്ചിട്ടായിരിക്കണം, അല്ലാതെ അദ്ദേഹം ഇത്രമാത്രം നിസ്സംഗത കാണിക്കില്ല. അപ്പോൾ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. മറ്റൊന്നുമല്ല, BJPയുടെ ആവശ്യമാണ് പത്മരാജനെ, RSSന്റെ നേതാവിനെ, പ്രവർത്തകനെ പുറത്തു കൊണ്ടുവരണം, ജയിലിൽ കിടത്താൻ പാടില്ല എന്ന്. ആ അന്ത്യശാസനം, RSSന്റെ BJPയുടെ അന്ത്യശാസനം നടപ്പാക്കി VD സതീശൻ സർക്കാർ. അതാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, LDF സർക്കാരിന്റെ കാലത്ത് LDF സർക്കാരിനെ വല്ലാതെ ആക്രമിച്ച കേസായിരുന്നു. വൈകുന്നു, നീണ്ടുപോകുന്നു, പ്രതിയെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നു എന്നൊക്കെയായിരുന്നു അന്നത്തെ ആരോപണം. പക്ഷേ പോലീസും പ്രോസിക്യൂഷനും ഒരുമിച്ച് നിന്ന് കേസ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി പ്രതിയെ ജയിലടച്ചു. ഇപ്പോൾ ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു ശിക്ഷ മരവിപ്പിച്ച്. ആരൊക്കെയാണ് കൂട്ടുനിന്നിരിക്കുന്നത്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ ഓഫീസ്, പോലീസ്, അതോടൊപ്പം തന്നെ സർക്കാർ. സ്വാഭാവികമായും DGP അത്തരമൊരു നിലപാട് സ്വീകരിക്കണമെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശം ലഭിച്ചിരിക്കണം. സർക്കാർ അത്തരമൊരു നിർദ്ദേശം DGPക്ക് കൊടുക്കണമെങ്കിൽ അതിനപ്പുറത്ത് ഒരു സമ്മർദ്ദം സർക്കാരിന് മുകളിൽ ഉണ്ടായിരിക്കണം. അത് RSSൻ്റേതാണ് എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. അതാണ് നടന്നിരിക്കുന്നത്. ജനൻ TVയുടെ കാർഡിൽ എല്ലാം ഉണ്ട്. CPM പീഡിപ്പിക്കുകയായിരുന്നു അത്രേ പത്മരാജൻ എന്ന പോക്സോ കേസ് പ്രതിയെ. ഇതാണ് ജനൻ TVയുടെ അഭിപ്രായം. അത് ജനൻ TVയുടെ അഭിപ്രായമല്ല, RSSന്റെ സംഘപരിവാറിന്റെ അഭിപ്രായമാണ്. അതാണ് VD സതീശൻ സർക്കാർ നടത്തിക്കൊടുത്തിരിക്കുന്നത് എന്നത് ഓർക്കണം.